C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താണ് ശ്രീലക്ഷ്മിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം? എന്നോടൊന്ന് പറയാമോ? അത് ഞാൻ ആരോടും പറയില്ലെന്ന് വാക്ക് കൊടുത്തതാ. വാക്ക് കൊടുത്തെന്നോ? ആർക്ക്? ആർക്കാ ശ്രീലക്ഷ്മി വാക്ക് കൊടുത്തത്? രാജനന്ദിക്ക്. രാജനന്ദിനിക്കോ? അതെ. മരണപ്പെട്ടു പോയ ഒരാൾക്ക് എങ്ങനെ വാക്ക് കൊടുക്കാനാവും? അതിന് രാജനന്ദിനി മരിച്ചിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ. രവി എന്ന ശ്രീലക്ഷ്മിയുടെ ഭർത്താവിനെ ഇംപ്രസ് ചെയ്യാനായി ശ്രീലക്ഷ്മി രാജനന്ദിനിയെപ്പോലെയാകാൻ ശ്രമിച്ചെന്നും രാജനന്ദിനിയെപ്പോലെ സ്വന്തം ഭർത്താവിനോട് പെരുമാറിയെന്നും ഞാൻ പറഞ്ഞാൽ? അത് നിങ്ങളുടെ കാഴ്ചപ്പാട്, അവരവരുടെ സ്വാതന്ത്ര്യം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മരിച്ചുപോയ രാജനന്ദിനി ശ്രീലക്ഷ്മിയോട് സംസാരിക്കുക, ശ്രീലക്ഷ്മി രാജനന്ദിനിക്ക് വാക്കു കൊടുക്കുക, സത്യങ്ങളെല്ലാം രാജനന്ദിനി ശ്രീലക്ഷ്മിയോട് പറയുക. പറയുന്നതിലും പ്രവർത്തിക്കുന്നതിനും ഒരു ഔചിത്യമൊക്കെ വേണ്ടേ ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മിയും രാജനന്ദിനിയും ഒന്നല്ല രണ്ടാണെന്ന് മനസ്സിലാക്കി ശ്രീലക്ഷ്മി താനായിട്ട് തന്നെ ഭർത്താവിനോടും മറ്റുള്ളവരോടും ബിഹേവ് ചെയ്യണം. ശ്രീലക്ഷ്മിയും രാജനന്ദിനിയും രണ്ടുപേരാണല്ലോ. ആരാ നിങ്ങളോട് പറഞ്ഞേ? ഞാൻ മുന്നിലുണ്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ് രാജനന്ദിനി. ശ്രീലക്ഷ്മിയുടെ ഈ കഥകൾ കേൾക്കാൻ എനിക്ക് സമയവും താല്പര്യവുമില്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ധാരാളം കഥകൾ ഞാൻ നിത്യേന കേൾക്കുന്നുണ്ട്. കഥകളോ? കഥകളല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. ഇത് ശ്രീലക്ഷ്മിയുടെ ഊഹാപോഹങ്ങളും അഭിനയവുമാണ്. വെറും അഭിനയം. രാജനന്ദിനി എന്ന സ്ത്രീ മരിച്ചു കഴിഞ്ഞു. അവർക്ക് ഈ ഭൂമിയുമായോ ആളുകളുമായോ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ രവിയുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത രാജനന്ദിനിയുടെ വേഷം കെട്ടി നടക്കുന്ന ശ്രീലക്ഷ്മിയാണ് നീ. രാജനന്ദിനി ഇപ്പോൾ ഇല്ല. എൻ്റെ മുന്നിലുള്ളതും എന്നോട് സംസാരിക്കുന്നതും രാജനന്ദിനി അല്ല, ശ്രീലക്ഷ്മിയാണ്. അല്ല, ശ്രീലക്ഷ്മി അല്ല, ഇത് ഞാനാ, രാജനന്ദിനി. മരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന അതേ രാജനന്ദിനി. ഓക്കെ ഓക്കെ ഓക്കെ, റിലാക്സ് റിലാക്സ്. ഞാൻ വിശ്വസിക്കുന്നു. ഇത് ശ്രീലക്ഷ്മിയല്ല, രാജനന്ദിനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തന്നെയാ രാജനന്ദിനി. Close your eyes and relax. ഞാൻ തന്നെയാ രാജനന്ദിനി. Relax. സിസ്റ്റർ പുറത്തേക്ക് വന്നുള്ളൂ. ശരി ഡോക്ടർ. മാഡം ചെറിയൊരു ഉറക്കത്തിലാണ്. ഒരു 5 മിനിറ്റ്, അപ്പോഴേക്കും ഉണരും. സാർ ഇരിക്കണം. ഓ, താങ്ക് യു. സാർ, ഞാൻ പറയുന്നത് കേട്ട് സാർ ടെൻഷൻ ആവരുത്. ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് മാഡത്തിൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. താൻ മറ്റൊരാളാണെന്ന് മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. സാറിൻ്റെ മുൻ ഭാര്യ രാജനന്ദിനി താനാണെന്ന് ശ്രീലക്ഷ്മി മാഡം അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. ഉപബോധ മനസ്സിൽ അത് കടന്നുകൂടിയ സ്ഥിതിക്ക് 1 or 2 കൗൺസിലിംഗ് കൊണ്ട് ഇത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത്? സാറിൻ്റെ ഭാര്യ ഒരു മനോരോഗിയാണ്.
സാറിന് ഇത് വലിയൊരു ഷോക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ബട്ട് ആസ് എ ഡോക്ടർ ഞാനിത് ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല. ശരിയായ ട്രീറ്റ്മെൻറ്റിൽ കൂടി ശ്രീലക്ഷ്മിയെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റിനും അപ്പുറം സാറിൻ്റെ വൈഫിൻ്റെ കാര്യത്തിൽ പ്രധാനമായും സാറിൻ്റെ ഹെൽപ്പാണ് വേണ്ടത്. ശ്രീലക്ഷ്മി സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കുറവ് വരാതിരിക്കാനാവണം രാജനന്ദിനി എന്ന ആദ്യ ഭാര്യയായി മാറാനുള്ള ശ്രമം ശ്രീലക്ഷ്മി നടത്തിയത്. സാർ അറിയാതെ എപ്പോഴോ പറഞ്ഞു കാണണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കാണും സാറിന് ആദ്യ ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന്. ആ ഒരു ആലോചനയിൽ നിന്നാണ് ശ്രീലക്ഷ്മി രാജനന്ദിനിയായി മാറാൻ ശ്രമിച്ചത്. ഡോക്ടർ, ശ്രീലക്ഷ്മിയെ വേറെ ഹോസ്പിറ്റൽ, മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളൊരു ചിന്ത ഡോക്ടർക്കുണ്ടോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ പറയാൻ കാരണം അത്രയ്ക്ക് സങ്കീർണമാണ് ഒരു മനുഷ്യ മനസ്സ്. എത്ര പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ സമ്പന്നനുമായ ഡോക്ടറായാൽ പോലും ഒരു വ്യക്തിയുടെ താളം തെറ്റിയ മനസ്സ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. സാർ കേട്ടിട്ടില്ലേ, മൈൻഡ് ഈസ് വൈൽഡ്. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. പേഷ്യൻ്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിടാൻ ഒരു നോർമൽ പേഴ്സണ് പോലും സാധാരണ കഴിയാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്, സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊരു പേഷ്യൻറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. മൈൻഡ് ഡിസ്റ്റർബായാലും വീണ്ടും വീണ്ടും അവരതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അതാണ് ചിലപ്പോൾ ഔട്ട് ഓഫ് മൈൻഡായി പോകുന്നതും രോഗിയാകുന്നതും. മരുന്നൊക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കൂ. കൂടുതലും വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിൻ്റെ കെയറിംഗ് ആണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.